ഹിന്ദുമതത്തിൽ ഋഗ്വേദത്തെ 4 വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ഒന്നായി കണക്കാക്കുന്നു. ഏകദേശം ക്രിസ്തുവിന് മുൻപ് 1500-ൽ സംസ്കൃതത്തിന്റെ പുരാതന രൂപത്തിൽ ഋഗ്വേദം സമാഹരിച്ച സ്ഥലം ഇപ്പോൾ ഭാരതത്തിലും പാകിസ്ഥാനിലുമായി സ്ഥിതി ചെയ്യുന്ന പഞ്ചാബ് പ്രദേശമാണ്. ഏകദേശം 1000-ഓളം ശ്ലോകങ്ങളുടെയും സൂക്തങ്ങളുടെയും കവിതകളുടെയും 10 മണ്ഡലങ്ങളിലോ പുസ്തകങ്ങളിലോ ക്രമീകരിച്ചിട്ടുള്ള ഒരു ശേഖരമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ പ്രധാനമായും ദേവതകളെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്ലോകങ്ങളും വരികളും കൈകാര്യം ചെയ്യുന്നു. എന്നാൽ അവയ്ക്ക് ദാർശനികവും ചിന്തോദ്ദീപകവുമായ ഘടനയുമുണ്ട്. സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്തുതിഗീതങ്ങളാൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഋഗ്വേദം ഹിന്ദു സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഇപ്പോഴും പവിത്രവും അർപ്പണബോധമുള്ളതുമായി കണക്കാക്കപ്പെടുന്നുമുണ്ട്. ഭാവിയിലെ എല്ലാ മതസാഹിത്യങ്ങളും പിന്തുടരുവാനുള്ള മാനദണ്ഡം ഇത് സ്ഥാപിക്കുന്നു. ജാതിയുടെ ഉത്ഭവത്തെ സൂചിപ്പിക്കുന്ന പുരുഷ സൂക്ത ഋഗ്വേദത്തിൽ കാണപ്പെടുന്നു. യഥാർത്ഥ ഋഗ്വേദം ശാരദ ദേവനാഗരി ലിപികളിൽ പൂവരസിന്റെ പുറംതൊലിയിലും കടലാസിലും എഴുതിയിരിക്കുന്നു. 10 മണ്ഡലങ്ങളും അതായത് ഗ്രന്ഥങ്ങളും 1028 ശ്ലോകങ്ങളുമുള്ള ഋഗ്വേദം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വേദമാണ്.